ആരാണ് കിം ജോങ് ഉൻ? അയാളെക്കുറിച്ച് നമുക്ക് നോക്കിയാലോ. ഹലോ, ഉത്തര കൊറിയയെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ സംസാരം. ഉത്തര കൊറിയയുടെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് നമ്മുടെ കിം ജോങ് ഉൻ. അദ്ദേഹത്തിന്റെ ക്രൂരതകളും പൈശാചികമായ ശിക്ഷാവിധികളും മാധ്യമങ്ങൾ നിറയുകയാണ്. നമുക്കറിയാലോ, നമുക്കെല്ലാം എന്തേലും സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഗവൺമെന്റുകൾ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ ഉത്തര കൊറിയയിലെ ജനങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ല. നമ്മളിവിടെ ബോറടിച്ചിരിക്കുമ്പോൾ നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുന്ന TV ചാനലുകൾ നമുക്ക് അങ്ങനെ ആനന്ദമാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ ഉത്തര കൊറിയയിലെ പൗരന്മാർക്ക് 3 TV ചാനലുകൾ മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും പൈശാചികമായ കാര്യം. അവർക്ക് വെറുതെ ഇരിക്കുമ്പോൾ കാണാൻ പറ്റുന്ന ചാനലുകൾ 3 മാത്രമാണ്. അതിൽ 3 അവരുടെ ഉത്തര കൊറിയയിലെ കിം ജോങ് ഉന്നിനെ കുറിച്ചായിരിക്കും കൂടുതൽ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നത്. അതിലാകട്ടെ 2 ആഴ്ചയിൽ 1 തവണയും ഒരെണ്ണം ഒരു ദിവസത്തിൽ 6 തവണയും മാത്രം പ്രവർത്തിക്കുന്ന TV ചാനലുകളാണ്. അതുപോലെ അവിടുത്തെ ഏറ്റവും പൈശാചികമായ മറ്റൊരു രീതിയാണ് 3 ജനറേഷൻ പണിഷ്മെന്റ് റൂൾ. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 തലമുറ വരെ അതിന്റെ ശിക്ഷ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും എനിക്ക് ജനിക്കാൻ പോകുന്ന മകനും അവന്റെ മകനും ആ ശിക്ഷ അനുഭവിക്കണമെന്നാണ് പറയുന്നത്. എത്ര പൈശാചികമായ നിയമങ്ങളാണ്. അതുപോലെ അവിടെ ഉള്ള ആൾക്കാർ എല്ലാ ദിവസവും ജോലി ചെയ്യണമെന്ന് നിർബന്ധമാണ്. ആഴ്ചയിൽ 6 ദിവസം അവരുടെ ജോലിയും 1 ദിവസം രാഷ്ട്രത്തിനു വേണ്ടിയും പ്രവർത്തിക്കണമെന്നാണ് കിം ജോങ് ഉന്നിന്റെ പ്രഖ്യാപനം. അതുമാത്രമല്ല, വളരെ വിചിത്രമായ പല കാര്യങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ജയിലുകളിൽ ഭക്ഷണം കിട്ടാതെ ആളുകൾ മരിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. അവിടെയുള്ള ആളുകൾ വിശന്ന് അവിടെയുള്ള പല്ലികളെയും എലികളെയും വരെയും ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുന്നതായിട്ട് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കിം ജോങ് ഉന്നിനെ തൊടാൻ ഒരാൾക്കും ധൈര്യമില്ല. അയാൾ ഒരു ഏകാധിപതിയാണ്. അവിടെ പേരിന് ഒരു വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. എല്ലാ 5 വർഷം കൂടുന്തോറും അവിടെ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വോട്ടെടുപ്പ് നടത്തുന്നത് ഒരു 3-4 സ്ഥാനാർത്ഥികളുണ്ടാവും. അതിൽ നമുക്ക് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അവിടെ പേരിന് വേണ്ടി എല്ലാ 5 വർഷം കൂടുന്തോറും തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതെന്തിനാന്ന് ചോദിച്ചാൽ, ഉത്തര കൊറിയ എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ റിപ്പബ്ലിക് രാജ്യമാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള കിം ജോങ് ഉന്നിന്റെ കുതന്ത്രമാണ്. അങ്ങനെ വളരെ പൈശാചികമായ നിയമങ്ങളും കൃത്യനിഷ്ഠകളുമാണ് അവിടെ നടപ്പിലാക്കി വരുന്നത്. അതുപോലെ പല കാര്യങ്ങളും തന്നെ എതിർക്കുന്ന എല്ലാ ജനങ്ങളെയും ഒരു ദയാദാക്ഷിണ്യം കൂടാതെ കിം ജോങ് ഉൻ കൊന്നു തള്ളുന്നു. ഉത്തര കൊറിയയിൽ എത്രമാത്രം വധശിക്ഷ നടന്നു എന്നതിനുള്ള കണക്കുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കിം ജോങ് ഉന്നിനെ എതിർക്കുന്ന ഏതൊരു ആളെയും അയാൾ ആ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലുന്ന നയമാണ് കിം ജോങ് ഉൻ സ്വീകരിക്കുന്നത്. ഉത്തര കൊറിയയിൽ നിലനിന്ന് പോരുന്നത് രാജഭരണമാണ്. അതായത് കിങ്ങിന്റെ അച്ഛൻ, കിങ്ങിന്റെ മുതുമുത്തച്ഛൻ മുതലായ ആൾക്കാർ മുതലാണ് ഭരിച്ചു വരുന്നത്. അതിലേറ്റവും വിചിത്രമായ കാര്യം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കലണ്ടർ ഇപ്പോൾ 2024 അവിടുത്തെ കലണ്ടർ ഇപ്പോൾ 116. അതായത് കിം ജോങ് ഉന്നിന്റെ മുത്തച്ഛൻ ജനിച്ച വർഷം മുതലാണ് അവിടെ കലണ്ടറുകൾ ആരംഭിക്കുന്നത്. അങ്ങനെ വളരെ വിചിത്രമായ പല നിയമങ്ങളും അവിടെ നടന്നു പോരുന്നു. അത് മാത്രമല്ല, കിം ജോങ് ഉൻ സ്വന്തം അമ്മാവനെയും എല്ലാവരെയും വധിച്ചെന്നാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതിന് എത്രമാത്രം ശരിയുണ്ട് തെറ്റുണ്ടെന്നും നമുക്കറിയില്ല. എന്നാലും അത്രയും പൈശാചികമായ കർമ്മങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിയാണ് കിം ജോങ് ഉൻ. അയാളെ കുറിച്ച് സംസാരിക്കാനോ അയാൾക്കെതിരെ സംസാരിക്കാനോ ഒരാൾക്കും ധൈര്യമില്ല. അവിടെ പത്രമാധ്യമങ്ങൾ ഇല്ലാത്തതിനാൽ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് പുറം ലോകം അറിയുന്നില്ല. പിന്നെ ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള ചില മാധ്യമങ്ങൾ വഴി അറിയുന്ന ചെറിയ കാര്യങ്ങൾ മാത്രമാണ് പൊതു ലോകം അറിയപ്പെടുന്നത്. അവിടെ ജനിച്ചു വീഴുന്ന ഒരാള് അവിടെ തന്നെ മരിക്കണമെന്നാണ് കിം ജോങ് ഉന്നും പറയുന്നത്. അതായത് അവിടെ ഉള്ള ജനങ്ങൾക്ക്, പൗരന്മാർക്ക് പുറത്തോട്ട് പോകാനോ ഇന്റർനാഷണൽ കോളുകൾ വിളിക്കാനോ ഒന്നും ഉള്ള അനുവാദമില്ല. ഇന്റർനാഷണൽ കോൾ എന്തെങ്കിലും ഉഡായിപ്പ് വഴിയിലൂടെ വിളിച്ചാൽ തന്നെ അത് പോലീസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അവന്റെ കാര്യം തീർന്നു. അവന്റെ കാര്യം മാത്രമല്ല, ആ തലമുറയിലുള്ള 3 പേരുടെ കാര്യം തീർന്നു.
അങ്ങനെ വളരെ പൈശാചികമായ നിയമങ്ങളാണ് അവിടെ കൊണ്ടുവരുന്നത്. അവിടെയുള്ള ജനങ്ങൾ കിം ജോങ് ഉന്നിനെ ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാണണമെന്നാണ് അയാൾ ജനങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അങ്ങനെയൊക്കെ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ നടന്ന രാജ്യമാണ് ഉത്തര കൊറിയ. ഇതെല്ലാം കിംവദന്തികളാണ്. ഇതിനെക്കുറിച്ച് യാഥാർത്ഥ്യങ്ങളോ ഒന്നും പുറം ലോകത്തിന് ഇതുവരെ വ്യക്തമല്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.